നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. അക്ഷരങ്ങളിൽ എന്റെ നാട് ഏഴാമതോഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ഏഴാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പം എത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ PK. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ പിന്നാമ്പുറ കഥകളിലേക്ക് വെളിച്ചം വീശുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു കൃതിയാണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് അഥവാ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. ഫ്രഞ്ചുകാരനായ ഡൊമിനിക് ലാപ്പിയറും അമേരിക്കക്കാരനായ ലാരി കോളിൻസും ചേർന്ന് രചിച്ച ഈ കൃതി ലോകശ്രദ്ധ നേടിയ ഒരു ചരിത്ര സൃഷ്ടിയാണ്. ഇത് വെറുമൊരു സ്വാതന്ത്ര്യ സമര ചരിത്രം മാത്രമല്ല, അതിന് പിന്നാമ്പുറങ്ങളിലെ ത്യാഗങ്ങളെക്കുറിച്ചും ഒടുവിൽ വന്നു ഭവിച്ച വിഭജനത്തെക്കുറിച്ചുമൊക്കെയുള്ള ചരിത്ര രേഖയാണ്. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും വിയർപ്പിന്റെയും ഒടുവിൽ വന്നു ഭവിച്ച ജാതിചിന്തയുടെയും അതുണ്ടാക്കിയ മുറിവുകളെക്കുറിച്ചുമൊക്കെ പറഞ്ഞു വയ്ക്കുന്ന കൃതി എന്ന നിലയിൽ തന്നെ ഈ കൃതിയെ ലോകമാകെ ഏറ്റെടുക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ സമരചരിത്രത്തിലും ലോകനിർമ്മിതികളിലുമൊക്കെ നിഴലുകളായി പോകുന്ന അനേകരുണ്ടാവാം, അനേകം ചെറു സംഭവങ്ങൾ ഉണ്ടാവാം. ലിഖിത ചരിത്രത്തിൽ ഇടം പിടിക്കാതെ പോയ ഇത്തരം ചെറു സംഭവങ്ങളും വ്യക്തികളുമാണ് വലിയ സമരങ്ങളുടെയും സംഭവങ്ങളുടെയും അടിത്തറ. പക്ഷേ ഒരിക്കൽ പോലും നാം ഇവരെ ഓർത്തെടുക്കാറില്ല. അനേകം ചെറുതുകളാണ് ഒരു വലുതിനെ സൃഷ്ടിക്കുന്നത് എന്ന ചിന്തയുടെ പിൻബലത്തോടെ ക്രമപ്പെടുത്തിയ ഈ കൃതി 2 രാഷ്ട്രങ്ങളിൽ ജനിച്ച് ഒരുമിച്ച് ജോലി ചെയ്ത 2 വിദേശികളുടെ 3 വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന ഗവേഷണ പഠനങ്ങളുടെ അനന്തരഫലമാണ്. ഇന്ത്യയെക്കുറിച്ച് ഇങ്ങനെ ഒരു കൃതി എഴുതണമെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച്, ഭൂമിശാസ്ത്രത്തെക്കുറിച്ച്, മതങ്ങളെയും സംസ്കാരങ്ങളെയും ഭാഷയെക്കുറിച്ചുമൊക്കെ എത്രയധികം പഠനം നടത്തിയിട്ടുണ്ടാവണം ഇതിന്റെ പിന്നകിൽ പ്രവർത്തിച്ച ഈ പ്രതിഭകൾ. 1967 പ്രസിദ്ധീകൃതമായ ഈ കൃതി തനത് കൃതിയുടെ ഭംഗി ഒട്ടും ചോരാതെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തത് TKG നായരും MS ചന്ദ്രശേഖര വാര്യരും ചേർന്നാണ്. നമ്മുടെ ചരിത്ര വായനകളിൽ നിർബന്ധമായും ഇടം പിടിക്കേണ്ട ഈ കൃതിയെ നമുക്കായി ഹൃദ്യമായി അവതരിപ്പിക്കുന്നത് വയനാടിന്റെ മറ്റൊരു പ്രതിഭയാണ്. വയനാടൻ സാഹിത്യ ലോകത്ത് നിരവധി മികവുറ്റ കൃതികൾ സമ്മാനിച്ച യാത്രികനും ഫുട്ബോൾ കമന്റേറ്ററും പ്രഭാഷകനും വിമർശകനുമൊക്കെയായ ശ്രീ ഹാരിസ് കറതീർന്ന ഒരു ലൈബ്രറി പ്രവർത്തകനാണ്. തന്റെ നാട്ടിൽ ഒരു ലൈബ്രറി ആരംഭിക്കുന്നതിനായി ഇദ്ദേഹം നടത്തിയ അക്ഷീണ പരിശ്രമങ്ങൾ ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട്. പ്രകൃതിയെക്കുറിച്ച്, ചുറ്റുപാടുകളെക്കുറിച്ച്, അവയെ ചൂഴ്ന്നു നിൽക്കുന്ന ചരിത്രങ്ങളെക്കുറിച്ചൊക്കെ ആകുലപ്പെടുകയും അത്തരം ആകുലതകളെ അനുവാചകർക്കായി പകർന്നു നൽകുകയും ചെയ്യുന്ന റവന്യൂ വകുപ്പിലെ ജീവനക്കാരനായ ഹാരിസ് നെന്മേനിയിലൂടെ ലോകം മുഴുവൻ ശ്രദ്ധ നേടിയ ഡൊമിനിക് ലാപ്പിയറിന്റെയും ലാരി കോളിൻസിന്റെയും സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന കൃതികളിലെ മറഞ്ഞിരിക്കുന്ന ചരിത്രങ്ങളിലേക്കുള്ള നമ്മുടെ യാത്ര തുടരാം. യാത്രകളെ പ്രണയിക്കുന്ന, യാത്രകൾക്കായി സമയം മാറ്റിവെക്കുന്ന പ്രിയപ്പെട്ട ഹാരിസ് നെന്മേനിയിലൂടെ. ചരിത്രം വായിക്കുക എന്ന് പറയുന്നത് എപ്പോഴും വളരെ പ്രധാനമാണ്. ചരിത്രം വായിക്കുന്നതും അത് വീണ്ടും സന്ദർശിക്കുന്നതും എപ്പോഴും ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. മനുഷ്യരുടെ ദേശഭാഗങ്ങളുടെ, ജനപദങ്ങളുടെ എല്ലാം ചരിത്രം വീണ്ടും സന്ദർശിക്കുന്നതും വീണ്ടും പഠിക്കുന്നതും എല്ലാ കാലത്തും മുന്നോട്ടുള്ള ഗമനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒട്ടു പഴയ ഒരു പുസ്തകം, ഒരു വേള 50 വർഷമെങ്കിലും പഴക്കമുള്ള ഒരു പുസ്തകം വീണ്ടും വായനയ്ക്കും ആലോചനയ്ക്കും എടുക്കുന്നത് വളരെ പ്രധാനമാണ് എന്ന് കരുതുന്നത്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ലാരി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും ചേർന്ന് എഴുതിയ ചരിത്രാഖ്യായിക ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന പേരിൽ ഇംഗ്ലീഷിലും തുടർന്ന് മലയാളം ഉൾപ്പെടെയുള്ള വിവിധ ഭാഷകളിലും ലഭ്യമാകുകയും ചെയ്ത സുപ്രസിദ്ധമായ പുസ്തകം. ഇത് മലയാളത്തിൽ നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് DC ബുക്സ് ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ ലബ്ധിയുടെ അവസാന നാളുകളുടെ ഒരു ചരിത്രത്തിന്റെ രേഖപ്പെടുത്തൽ കൂടെയാണ്. ബ്രിട്ടൻ അതിന്റെ പാർലമെന്റിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള തീരുമാനമെടുക്കുകയും സർ മൗണ്ട് ബാറ്റനെ ആ മിഷന്റെ തലവനായി നിയോഗിച്ച് ഇന്ത്യയിലേക്ക് അയക്കുകയും ചെയ്യുന്നത് മുതൽ
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതും ഗാന്ധിവധം വരെയുള്ള കാര്യങ്ങൾ വിശാലമാക്കി എഴുതി രേഖപ്പെടുത്തിയ ഒരു പുസ്തകമാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രി. 536ഓളം താളുകളുള്ള ഈ പുസ്തകത്തിന്റെ വിശദ വായന എന്നത് ചുരുങ്ങിയ ഒരു സമയത്തിനകത്ത് സാധ്യമാവുകയില്ല. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലൂടെ ഒരു കടന്നുപോക്ക് മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഇതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കണക്കിനെ കുറിച്ച് ഞാൻ ആദ്യം ആലോചിച്ചു പോവുകയാണ്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന ദിനം അതിന്റെ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 5000-ഓളം മനുഷ്യർ ദില്ലിയിലെ തെരുവോരങ്ങളിൽ തടിച്ചുകൂടും എന്നാണ് ഇന്ത്യയുടെയും ബ്രിട്ടന്റെയും രാഷ്ട്രീയ നേതൃത്വം, ദേശീയ നേതൃത്വം കരുതിയിരുന്നത്. പക്ഷെ ഈ ഇവരെയെല്ലാം അതിശയിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് 5 ലക്ഷത്തോളം മനുഷ്യരാണ് അന്ന് ഡൽഹിയിലെ തെരുവീഥികളിൽ യൂണിയൻ ജാക്ക് താഴ്ന്ന് ത്രിവർണം ഉയരുന്ന ആ ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പുസ്തകത്തിൽ. അതിന്റെ ഒരു വലിപ്പം കാണിക്കുന്നതിന് വേണ്ടി മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അന്ന് വേദിയിൽ ഉണ്ടായിരിക്കണം എന്ന് കരുതപ്പെട്ടിരുന്ന പല അതിഥികൾക്കും അങ്ങോട്ട് എത്താൻ പറ്റാതെ അവർ കൂടി നിന്ന മനുഷ്യരുടെ ശിരസ്സുകൾക്കും ഇതേ കൂടെ നടന്നും എടുത്തുയർത്തപ്പെട്ടുമാണ് വേദിയിലേക്ക് എത്തിയത് എന്ന് കോളിൻസും ലാപ്പിയറും ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പൊ അത്രത്തോളം സ്വാതന്ത്ര്യവാജ്ഞയോടെ ഒരു ജനത കാത്തിരുന്ന ഒരു മുഹൂർത്തത്തിന്റെ സാക്ഷാത്കാരമായിരുന്നു അത് എന്ന് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. ഈ കണക്കുകൾ അതിശയിപ്പിക്കുന്ന മറ്റൊരു കണക്ക് ഈ പുസ്തകത്തിനകത്ത് ഗ്രന്ഥകാരന്മാർ പറയുന്നുണ്ട്. അത് 5 ലക്ഷത്തിന്റെ കണക്കല്ല, 10 ലക്ഷത്തിന്റെ കണക്കാണ്. ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ടായി അതിർവിഭജിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ വർഗീയ കലാപത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെ എണ്ണമാണ് 10 ലക്ഷം. അന്ന് ഡൽഹിയിലും പഞ്ചാബിലും ലാഹോറിലുമൊക്കെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിലും ആയുണ്ടായ കലാപങ്ങളിൽ 10 ലക്ഷത്തിലോളം മനുഷ്യർ കൊല്ലപ്പെട്ടു എന്നാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളത് വേറെയും വായിച്ചിട്ടുണ്ട്. ആ കലാപത്തിന്റെ രൂക്ഷതയും അതിന്റെ വിവരണങ്ങളും എല്ലാം ഈ പുസ്തകത്തിലുണ്ട്. ചരിത്രത്തിൽ ഇതിനേക്കാളും കൂടുതൽ മനുഷ്യർ കൊല്ലപ്പെട്ട കലാപങ്ങൾ ധാരാളമുണ്ട്. കൂട്ടക്കുരുതികളുടെ എഴുത്തുകൾ, ഉദാഹരണങ്ങൾ ധാരാളമായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. ആഫ്രിക്കയിലും അതുപോലെ ഹിറ്റ്ലർ നടത്തിയിട്ടുള്ള കൂട്ടക്കൊലകളും എല്ലാം. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇത്ര വലിയ ഒന്ന് ആദ്യമായി സംഭവിക്കുകയായിരുന്നു. അതിന്റെ വിശദീകരണവും വിവരങ്ങളും എല്ലാം ഇതിലുണ്ട്. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ അതിർവിഭജനം ഇതിനകത്ത് പ്രതിപാദിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഇന്ത്യ എന്ന വലിയ രാജ്യത്തെ ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ടായി വിഭജിക്കുന്നു. നമുക്കെല്ലാം അറിയുന്നത് പോലെ റാഡ്ക്ലിഫ് എന്നൊരു ഉദ്യോഗസ്ഥനാണ് അതിർവിഭജനത്തിന്റെ ചുമതലക്കാരനായിരുന്ന ആൾ. ഏറ്റവും ഫണ്ണിയായ, ഏറ്റവും കൗതുകം നിറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ഉത്തരവാദിത്തമുള്ള ഒരു ജോലി ഭരമേൽപ്പിക്കപ്പെട്ടിരുന്ന ഒരാൾ അതിൽ വേണ്ടത്ര മുൻപരിചയം ഇല്ല എന്നുള്ള വളരെ കൗതുകമുള്ളൊരു കാര്യമായിരുന്നു. നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ അത് നമ്മളെ അതിശയിപ്പിക്കുകയും ചെയ്യും. കാരണം അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന നിർദ്ദേശം ഒരു ദിവസം 30 മൈൽ അതിർ വിഭജിക്കുക, അത് ഏതു വിധത്തിലാണെങ്കിലും സാധ്യമാക്കുക എന്നൊരു നിർദ്ദേശത്തോടെയാണ് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. ഇന്ത്യയിലെ ജനപദങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ചോ മനുഷ്യർ താമസിക്കുന്ന ഇടങ്ങളെക്കുറിച്ചോ കൃഷിയിടങ്ങളെക്കുറിച്ചോ ഒന്നും കാര്യമായ ബോധ്യമില്ലാതിരുന്ന റാഡ്ക്ലിഫ് തന്റെ സഹായികളുടെ സഹായത്തോടെ ഒരു ഭൂപടം മേശപ്പുറത്ത് വിരിച്ചിട്ട് അതിൽ പലപ്പോഴും ഫീൽഡിൽ ഒന്നുമേ പോകാതെ ഈ അതിർവിഭജനത്തിനു വേണ്ട മാർക്കിങ്ങുകൾ നടത്തുകയായിരുന്നു എന്ന് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മൾ മറ്റു പലപ്പോഴും പഠിക്കുകയും വായിക്കുകയും ചെയ്തിട്ടുള്ളതുപോലെ ഉള്ള അവസ്ഥകൾ ഉണ്ടായത്. അതായത് കൃഷിയിടങ്ങളെല്ലാം ഒരു രാജ്യത്തും അത് പ്രോസസ് ചെയ്യുന്ന മില്ലുകൾ അല്ലെങ്കിൽ ഫാക്ടറികൾ വേറൊരു രാജ്യത്തുമായി പോയ ഈ വിചിത്രമായ രീതിയിലുള്ള അതിർവിഭജനം നടന്നതിന്റെ ഒരു ഫലമായിരിക്കാം. പലപ്പോഴും ഗ്രാമങ്ങളുടെ നടുവിലൂടെ ഈ വിഭജന രേഖ കടന്നുപോയി. പിന്നീട് നമ്മൾ ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ അത് ധാരാളം കാണുകയും ചെയ്തിട്ടുണ്ട്. ഒന്നായി കിടന്ന ഗ്രാമങ്ങളുടെ നടുവിലൂടെ അതിർരേഖ കടന്നുപോവുകയും മനുഷ്യർ കുറ്റിയടിച്ച് ഒരു ഭൂഭാഗത്ത് പശുവിനെ കെട്ടുകയും പശു അപ്പുറത്തെ രാജ്യത്ത് കാലൂന്നി നിൽക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് തന്നെ സഞ്ചാരത്തിനിടയിൽ കാണാൻ സാധിക്കുന്ന വിധം ആയിരുന്നു. അപ്പോൾ പലപ്പോഴും ഗ്രാമങ്ങൾക്ക് നടുവിലൂടെ ദേശഭാഗങ്ങൾക്ക് ഇടയിലൂടെ ഒക്കെ ഈ അതിർവിഭജനം വന്നതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് നേരിട്ട് കാണുകയും ചെയ്യാം. ഈ പുസ്തകത്തിൽ അത് വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യാ ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നായ ഗാന്ധിവധവും വളരെ വിശദമായിട്ട് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഗാന്ധിവധത്തിനു വേണ്ടി കൊലയാളികൾ നടത്തിയ
പ്ലാനിങ്ങും അതിനുള്ള തയ്യാറെടുപ്പും ആസൂത്രണവും അതിന് നടത്തിയ ശ്രമങ്ങളും ശ്രമങ്ങൾ പരാജയത്തിൽ കലാശിക്കുന്നതും പിന്നീട് അവർ ഒടുവിൽ അതിൽ വിജയിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ വിശദമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നാഥുറാം ഗോഡ്സെയും നാരായണ ആപ്തെയും ഒക്കെ എത്രയോ കാലത്തെ പദ്ധതി തയ്യാറാക്കലുകളിലൂടെയായിരുന്നു അത് സാധ്യമാക്കി എടുത്തത്. ഗാന്ധിവാദം പ്രതിപാദിച്ചുകൊണ്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. ഇപ്പൊ ഗാന്ധിവാദവും അതിലേക്ക് നയിച്ച കാര്യങ്ങളും അതിന്റെ മറ്റു വിശദാംശങ്ങളും എല്ലാം ഈ പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതും തീർച്ചയായിട്ടും ഇക്കാലത്ത് നമ്മൾ വായിക്കേണ്ടുന്ന, ഇത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കാര്യമാക്കി മാറ്റുന്നുണ്ട്. കാരണം ഗാന്ധി വധിക്കപ്പെട്ടതല്ല, അദ്ദേഹം സ്വാഭാവികമായി മരണത്തെ വരിച്ചതാണ് എന്ന രീതിയിൽ ചരിത്രത്തിന് തിരുത്തു കൊണ്ടുവരുവാൻ ചില കോണുകളിൽ നിന്ന് ശ്രമങ്ങൾ നടത്തുന്ന ഇക്കാലത്ത് ഗാന്ധിവധവും അതിലേക്ക് നയിച്ച കാര്യങ്ങളും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളുടെ പങ്കുമൊക്കെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഈ പുസ്തകം വായിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇക്കാലത്ത് വളരെ പ്രധാനമാണ് എന്ന് ഞാൻ കരുതുന്നു. വിഭജനത്തിനെതിരെ കടുത്ത നിലപാടെടുത്ത ആളായിരുന്നു ഗാന്ധി. അത് അദ്ദേഹത്തെ വളരെ വിഷമിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ സംഘർഷങ്ങൾ ഇതിനകത്ത് അത്യാവസാനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ലാറി കോളിൻസും ലാപ്പിയറും ചേർന്നിട്ട്. അതുപോലെ തന്നെ പിന്നീട് ഗാന്ധിയുടെ ലോകപ്രസിദ്ധമായ ടൂൾ, ആക്രമണത്തിനും കലാപങ്ങൾക്കുമെതിരെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആയുധം ടൂൾ, നിരാഹാരം എന്ന സഹന സമരം എന്ന ടൂൾ, അതിനെക്കുറിച്ചും വിശദമായ പ്രതിപാദ്യമുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കലാപങ്ങൾ ഉണ്ടായപ്പോൾ ഈ കലാപങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഒറ്റമുണ്ട് മാത്രം ഉടുത്ത് 50 കിലോയിൽ താഴെ ഭാരമുള്ള മനുഷ്യന് ജനങ്ങളെ ഒതുക്കി നിർത്താൻ അല്ലെങ്കിൽ ജനങ്ങളെ സമാധാനത്തിലേക്ക് മടക്കി കൊണ്ടുപോകാൻ ഉപയോഗിച്ച ടൂൾ എന്ന് പറയുന്നത് പട്ടിണി കിടക്കുക എന്നതായിരുന്നു. അങ്ങനെ ദിവസങ്ങളോളം ആഹാരപാനീയങ്ങൾ ഉപയോഗിച്ച് ഗാന്ധിജി പട്ടിണി കിടക്കുകയും അദ്ദേഹം തന്റെ ശ്രമത്തിൽ വിജയിക്കുകയും ചെയ്യുകയാണ്. ജനങ്ങളെ കലാപത്തിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചും ഈ പുസ്തകം നമ്മളോട് പറയുന്നുണ്ട്. കലുഷമായ ഈ കാലത്ത് പലതരത്തിലുള്ള സംഘർഷങ്ങൾ അരങ്ങേറുന്ന ഈ ലോകത്ത് നിന്ന് നോക്കുമ്പോൾ ഗാന്ധിയെ പോലെ തന്റെ വില്ല് അല്ലെങ്കിൽ തന്റെ ആ ഒരു ഇച്ഛാശക്തി അല്ലാതെ മറ്റൊന്നും സ്വന്തമായി ഇല്ലാതിരുന്ന ഒരു മനുഷ്യൻ എങ്ങനെ അഹിംസ പോലെ അല്ലെങ്കിൽ നിരാഹാരം പോലെയുള്ള ഒരു ഉപാധി ഉപയോഗിച്ച് മനുഷ്യരെ സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളത് നമ്മളെ ഇപ്പോഴും വളരെ അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ഇപ്പോഴും വളരെ പ്രസക്തമായ ഒരു സമരമുറ കൂടിയായിരുന്നു. ഗാന്ധി നിരാഹാരം കിടന്ന സമയത്ത് അദ്ദേഹത്തിന് ആയുസ്സിന് കോട്ടമൊന്നും ഉണ്ടാവരുതേ എന്ന് വെച്ച് മനുഷ്യർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ കൂട്ടപ്രാർത്ഥനകളിൽ 10 ലക്ഷത്തോളം പേർ വിവിധ ഇടങ്ങളിലായി പങ്കുചേർന്നിരുന്നു എന്ന് പറയുന്നത് നമുക്ക് ഈ കലുഷമായ കാലത്തും പ്രതീക്ഷ നൽകുന്ന ഒരു ചരിത്രത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോക്കൽ കൂടെ ആയി മാറുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ 1000 നാട്ടുരാജ്യങ്ങളുടെ ഒരു സമുച്ചയമായിരുന്നു അന്ന് നമ്മുടെ രാജ്യം. പരസ്പരം പോരടിച്ച് പരസ്പരം യുദ്ധം ചെയ്ത് സംഘർഷങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരുന്ന കുഞ്ഞു 1000 നാട്ടുരാജ്യങ്ങൾ. ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം സാധ്യമാവുന്നതിനെ കുറിച്ച് മറ്റു ധാരാളം പുസ്തകങ്ങളുണ്ട് എങ്കിലും ഈ പുസ്തകത്തിനകത്തും അത് വിശദമായിട്ട് പറയുന്നുണ്ട്. പട്ടേലും നെഹ്റുവും ഒക്കെ കൂടെ ചേർന്ന് അത് എപ്രകാരം എவ்விதം അത് സാധ്യമാക്കി എന്നതിനെ കുറിച്ച് ഒരു ഡോക്യുമെന്റേഷൻ കൂടെ ഈ പുസ്തകം നമ്മളോട് പറയുന്നുണ്ട്. അപ്പോ മറ്റൊന്നുകൂടെ, ഇക്കാലത്ത് നമ്മൾ ഒരുപാട് ജനാധിപത്യ വിരുദ്ധ പ്രവണതകൾ ധാരാളം അരങ്ങേറുന്ന ഇക്കാലത്ത് തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കേണ്ടത് പ്രധാനമാണ് എന്ന് ഞാൻ പറയാൻ കാര്യം ചരിത്രം നമ്മളോട് അത് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിന്റെ കാരണം അക്കാലത്ത് നാട്ടുരാജാക്കന്മാർ എത്രമാത്രം സ്വേച്ഛാധിപത്യപരമായിട്ടാണ് രാജ്യം ഭരിച്ചിരുന്നത്, ജനങ്ങളുടെ സ്വത്ത് കൈവശം വെച്ചിരുന്നത്, ജനങ്ങളുടെ സ്വത്ത് ഉപയോഗിച്ചിരുന്നത്, ജനങ്ങളെ എപ്രകാരമാണ് കണ്ടിരുന്നത് രാജഭരണത്തിന്റെ അക്കാലത്ത് എന്ന് ജനാധിപത്യത്തിന്റെ ഇക്കാലത്ത് നമ്മൾ ഓർക്കുന്നത് പ്രധാനമാണ്. അതിന് 1-2 ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഗോളിയോറിലെ ഒരു രാജാവ്, അദ്ദേഹത്തിന്റെ വീട്ടിലൊരു തീവണ്ടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ തീവണ്ടി മനുഷ്യർക്ക് സഞ്ചരിക്കാനല്ല, കൊട്ടാരക്കെട്ടിനകത്ത് ഒരു ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തേക്ക് ആഹാരം കൊണ്ടുചെന്ന് കൊടുക്കാൻ വേണ്ടിയാണ് ആ തീവണ്ടി ഓടിയിരുന്നത്. പിന്നീട് പുസ്തകം മുമ്പ് വായിച്ചിട്ട് അപ്പോൾ തന്നെ ഇതൊരു കൗതുകമായി മനസ്സിൽ തറഞ്ഞിരുന്നു. പിന്നീട് യാത്രക്കിടെ ആ കൊട്ടാരം കാണാനും ആ കൊട്ടാരത്തിൽ ഇങ്ങനെ ആഹാരം കൊണ്ടുപോകാൻ ഉപയോഗിക്കുകയും ചെയ്തിരുന്ന തീവണ്ടി കാണാനും ഒക്കെ അവസരം കിട്ടിയപ്പോൾ ഈ ചരിത്രം ഞാൻ വീണ്ടും ഓർക്കുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായി, സ്ത്രീ വിരുദ്ധം മാത്രമല്ല മനുഷ്യത്വ വിരുദ്ധമായി പോലും ഭരണം നടത്തിയ നാട്ടുരാജ്യങ്ങളുടെ ചരിത്രം ഇതിനകത്ത് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഉദാഹരണം മാത്രം പറയാം. പഞ്ചാബിലെ ഒരു കുഞ്ഞു നാട്ടുരാജ്യം ഭരിച്ചിരുന്ന നാട്ടുരാജാവിന്റെ അന്തഃപുരത്തിൽ ഉണ്ടായിരുന്നത് 350 സ്ത്രീകളാണ്. അത് ഒരു വേള അത്രത്തോളം എണ്ണമില്ല എങ്കിൽ പോലും ധാരാളം സ്ത്രീകൾ അന്തഃപുരങ്ങളിൽ കഴിഞ്ഞിരുന്ന
രാജ്യങ്ങളും രാജാക്കന്മാരും വേറെയും ഉണ്ടാവും. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നാട്ടുരാജാവ് ഈ 350 സ്ത്രീകളുടെ കൂടെ സഹശയനം നടത്തിയും ജീവിച്ചും ഇദ്ദേഹത്തിന് മുഷിഞ്ഞപ്പോൾ, ബോറടിച്ചപ്പോൾ ഇദ്ദേഹം ഈ സ്ത്രീകളുടെ മുഖം ശസ്ത്രക്രിയ ചെയ്ത് മറ്റൊന്നാക്കി പരിവർത്തനപ്പെടുത്താൻ വേണ്ടി വിദഗ്ധരെ വിദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു എന്നാണ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ എത്രത്തോളം മനുഷ്യത്വ വിരുദ്ധവും എത്രത്തോളം സ്ത്രീ വിരുദ്ധവും എല്ലാം ആയിട്ടാണ് ഒരു കാലത്ത് നമ്മുടെ രാജാക്കന്മാർ രാജ്യഭാരം നടത്തിയിരുന്നത് എന്നതിന്റെ ചെറിയ ചില ഉദാഹരണങ്ങൾ മറ്റ് വിശദമായിട്ട് ഇതിനകത്ത് പുസ്തകത്തിലുണ്ട്, നമുക്ക് വായിക്കാവുന്നതേ ഉള്ളൂ. ഉദാഹരണം മാത്രം പറയുകയാണ്. ഇപ്പൊ ജനാധിപത്യത്തിന് എന്തെല്ലാം പരിമിതികളുണ്ട് എങ്കിലും ഇക്കാലത്ത് എന്തെല്ലാം പരിമിതികളുണ്ട്, അത് റിസോർട്ട് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു എന്ന് നമ്മൾ ആക്ഷേപിക്കുമ്പോൾ, അല്ലെങ്കിൽ പണാധിപത്യത്തിലേക്ക് പോകുന്നു എന്ന് നമ്മൾ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലത്ത് ഇരുന്ന് ഈ പുസ്തകം വീണ്ടും വായിക്കുമ്പോഴും ജനാധിപത്യം തത്വത്തിലെങ്കിലും എത്രത്തോളം മഹത്തരമാണ്, മേന്മയുള്ളതാണ്, രാജാധിപത്യത്തെക്കാളും പട്ടാള ഭരണത്തെക്കാളും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക തന്നെയാണ് ഈ രാജ്യത്ത് ഈ പുസ്തകത്തിന്റെ വായന അത്രത്തോളം പ്രധാനപ്പെട്ടതാക്കുന്നതിൽ ഒരു കാര്യം ഈ ചരിത്രം തിരിഞ്ഞു നോക്കുന്നത് കൂടെയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും എക്കാലത്തും ഇക്കാലത്തും ഒരു ഗംഭീരൻ വായന അർഹിക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നമ്മൾ റെഫർ ചെയ്യേണ്ടുന്നത് പ്രധാനമായ ഒരു ഗംഭീരൻ ചരിത്ര ആഖ്യായികയാണ്. ചരിത്രത്തിന്റെ ഗംഭീരൻ ഒരു ഡോക്യുമെന്റേഷനാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന ഈ പുസ്തകം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചരിത്രം വായിക്കുകയും അത് വീണ്ടും സന്ദർശിക്കുകയും ചെയ്യുന്നത് എല്ലാ കാലത്തും ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി കൂടിയാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടെയാണ്. നമുക്ക് അങ്ങനെ നമ്മുടെ ചരിത്രം തിരിഞ്ഞു നോക്കാനുള്ള അവസരം കൂടെ ഉണ്ടാവട്ടെ. അത് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു പ്രവർത്തനം കൂടെയാണ് എന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന്റെ വളരെ സംഗ്രഹീതം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, വളരെ ചുരുക്കിയ രീതിയിലുള്ള ഒരു പരിചയപ്പെടുത്തൽ അവസാനിപ്പിക്കുന്നു. നന്ദി. എല്ലാവരും വായിക്കുക. അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂലൈ 1 നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ മലയാളത്തിന്റെ പുതുതലമുറ എഴുത്തുകാരനായ ഇ സന്തോഷ് കുമാറിന്റെ തപോമയിയുടെ അച്ഛൻ എന്ന കൃതിയെ മാനന്തവാടി പഴശ്ശിരാജ സ്മാരക ഗ്രന്ഥാലയം വനിതാ വേദിയുടെ കൺവീനറും മേരിമാത ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അധ്യാപികയുമായ വിജിഷ വിജയകുമാർ അവതരിപ്പിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. അക്ഷരങ്ങളിൽ എന്റെ നാട് ഏഴാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 7ാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പം എത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ പി.കെ.